ഹലോ ഐ എം അസീസ് അപ്പല്ലോ. നമ്മൾ ഈ അടുത്ത് കംപ്ലീറ്റ് ചെയ്തുള്ള കൊണ്ടോട്ടിയിലെ പസൽ ലാബിലെ രസ്ന ഫാമിലിയുടെ ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. കോഴിക്കോടുള്ള അറ്റിക്സ് ആർക്കിടെക്ചർ 3600 സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് ഉള്ള ഈ വീട്ടിൽ അപ്പല്ലോ ഹോംസ് ചെയ്തിട്ടുള്ളത് ഫർണിഷിംഗ് ആണ്. എൻ്റെ പേര് ഫസലുൽ ആബിദ്. ഞാൻ കൊണ്ടോട്ടി പഴയങ്ങാടിയാണ് താമസിക്കുന്നത്. എൻ്റെ മനസ്സിലേക്ക് ആദ്യം വീടെടുക്കണം എന്നുള്ളൊരാഗ്രഹം വന്നപ്പോൾ തന്നെ എനിക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായ ആർക്കിടെക്ട് നസീം, അറ്റിക്സ് ആർക്കിടെക്റ്റ്, അവർ കോഴിക്കോടാണ് ഓഫീസ്. എൻ്റെ ഫ്രണ്ടാണ് നസീം. അവനായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തു. അവന് എനിക്ക് എല്ലാവിധ ഡയറക്ഷൻസും തന്നു. എന്തൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഒരു വീടിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്, ഇതൊക്കെ എനിക്ക് അവൻ ആദ്യം നോട്ട് ചെയ്ത് അവന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാനതൊക്കെ നോട്ട് ചെയ്ത് അവനൊരു ടെക്സ്റ്റായിട്ട് കൊടുത്തു. അതിനുശേഷം അവനാണ് ഈ ഒരു വീടിൻ്റെ മൊത്തം ഡിസൈൻസ് ചെയ്തിട്ടുള്ളത്. വളരെ എന്താ പറയുക, അടിപൊളിയായിട്ട് ഈ ഒരു വീടിനെ അവന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെയാണ് എനിക്ക് ഈ വീട് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിലുപരി എൻ്റെ ഡിസിഷൻസിനേക്കാൾ കൂടുതൽ അവനാണ് ഈ ഒരു വീടിനെ മോൾഡ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത്. $3600 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഞാൻ ദുബായിലും സൗദിയിലും ഓട്ടോമേഷൻ കൺസൾട്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എൻ്റെ വീട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിരിക്കണം എന്നുള്ളത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ക്രെസ്ട്രോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓട്ടോമേഷൻ പ്രോഡക്ട്സ് ആണ്. അതുപോലെ തന്നെ ഇത് ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ആണ്. മ്യൂസിക് സിസ്റ്റം ഉണ്ട്, ഇതിൽ കർട്ടൻ ഇൻക്ലൂഡഡ് ആണ്, സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്, അതുപോലെ ലൈറ്റ്സ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ്, സ്പ്രിംഗ്ലർ, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി ഓട്ടോമേഷനിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ AC, ഫാന്, അതുപോലെ TV എല്ലാം അലക്സയും ഇൻറ്റഗ്രേറ്റഡ് ആണ്. അലക്സ പ്ലസ് നമ്മുടെ ഈ ഓട്ടോമേഷനായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഈ ഓട്ടോമേഷൻ ഇതിൽ എനിക്ക് ഈ കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെയുള്ള ലോക്കൽ കൺസൾട്ടൻ്റ്, ഇതിൻ്റെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുമായി അതുപോലെ ആർക്കിടെക്റ്റുമായി സംസാരിച്ചു. എൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും അവരോട് സംസാരിച്ചു. അതിനനുസരിച്ച് അവരെന്ത് ചെയ്തു, അതിൻ്റെ കേബിളിങ് എല്ലാ കാര്യങ്ങളും അവർ ഡിസൈൻ ചെയ്ത് തന്നു. പിന്നെ ഇതിൻ്റെ പ്രോഗ്രാമിംഗ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഇൻകോൾട്ട് ആണ്, അവരാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് പരപ്പനങ്ങാടിയുള്ള മേട എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. പിന്നെ ഇതിൻ്റെ കർട്ടൻ, ബാക്കിയുള്ള സോഫ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പല്ലോ ഹോംസ് ആൻഡ് സബ്റ്റിൽ എന്ന് പറഞ്ഞ വേറൊരു പെരിന്തൽമണ്ണ ബേസ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്, അവരാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കർട്ടൻ്റെ ഒരു കാര്യം, എനിക്ക് ഏറ്റവും വലിയൊരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു സംഭവം ഈ കർട്ടൻ ആയിരുന്നു. എങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ മോട്ടറൈസ്ഡ് കർട്ടൻസ് എങ്ങനെയാണ്, അതിനെങ്ങനെയായിരിക്കും, അതിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഞാൻ അറ്റിക്സ് ആയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കൺസൾട്ടൻറ്റിനെ കുറിച്ച് ചോദിച്ചപ്പം അവരാണ് എനിക്ക് അപ്പല്ലോ ഹോംസിനെ സജസ്റ്റ് ചെയ്ത് തന്നുള്ളത്. എനിക്ക് പറയുകയാണെങ്കിൽ വളരെ എന്താ പറയുക, അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് അവരെ കുറിച്ച് പറയാനുള്ളത് ഭയങ്കര സപ്പോർട്ടീവാണ്. എപ്പോൾ നമ്മൾ എന്തൊരു കാര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഓട്ടോമേഷൻ ഉള്ളത് കാരണം നമ്മളെ കൺസേൺസ്, നമ്മുടെ ഡൗട്ട്സ് എപ്പോൾ ഉണ്ടോ അപ്പോൾ ഒക്കെ പുള്ളി ഒന്നെങ്കിൽ ഇവിടെ സൈറ്റിൽ വരും, അല്ലെങ്കിൽ എനിക്ക് വിളിച്ചിട്ട് എനിക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ടാണ്. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ കേട്ടൻ്റെത്, പക്ഷേ വളരെ സ്മൂത്തായിട്ടാണ് എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ ഏറ്റവും നല്ല പ്രോഡക്റ്റാണ് പുള്ളി. എനിക്കതുപോലെ കേട്ടൺ സെലക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെ വളരെ
നല്ല അതിന് വേണ്ടിയിട്ട് സെലക്ഷന് വേണ്ടിയിട്ട് എന്നെ പുള്ളി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ അപ്പല്ലോ ഹോംസിൽ തന്നെ മിസ്റ്റർ അസീസാണ് എന്നെ പിന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റുള്ള ഏത് സൈറ്റിനേക്കാൾ കൂടുതൽ പുള്ളി ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ എന്താ പറയുക, താങ്ക്ഫുള്ളാണ് ഞാൻ. എനിക്ക് റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഇതിൽ ഒന്നും പറയാനില്ല പുള്ളിയുടെ ഒരു എഫേർട്ടിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഞാൻ ഹെഡേക്ക് ആയിട്ട് ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു സംഭവം വളരെ സ്മൂത്തായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റി. എല്ലാം വളരെ പെർഫെക്റ്റാണ്. പുള്ളിയുടെ ആ ഒരു ഡീലിങ് വളരെ എന്താ പറയുക, പ്രൊഫഷണലാണ്. ഈ ബാക്കിലുള്ള ഈ ഒരു കോർട്ട്യാർഡ് ഞാൻ ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എവറി ഫ്രൈഡേ ഓർ വൺസ് ഇൻ എ മന്ത് നമ്മളെല്ലാവരും ഇവിടെ വീട്ടിൽ കൂടാറുണ്ട്. ആ സമയത്ത് എല്ലാവർക്കും ഇരുന്ന് ഒന്ന് സൊറ പറയാനും ഇങ്ങനത്തെ കുറച്ചൊന്ന് ഇരുന്ന് കളിച്ച് ചിരിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സ്പേസ് എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഒരു കോർട്ട്യാർഡും കൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫർണിച്ചേഴ്സ് ഇത് മൊത്തം നമ്മൾ തേക്കിൽ തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡോറ് നമ്മൾ HDHMR ഷീറ്റിൻ്റെ പുറമെ അതിൻ്റെ മുകളിൽ നമ്മൾ വെനീറിൻ്റെ ഷീറ്റുകൾ വെച്ചിട്ട് അതിനിങ്ങനെ ഗ്രൂ ഇട്ടിട്ടാണ് ഇതിൻ്റെ ഡോർസുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പോർഷൻ എനിക്കിഷ്ടപ്പെട്ടത് കിച്ചണാണ്. കിച്ചണിൽ ഒരുപാട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു കിച്ചൺ വളരെ സൂപ്പർ ആവണം എൻ്റെ വൈഫിൻ്റെ ഒരു വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മെറ്റീരിയൽ, ഏറ്റവും നല്ല ഡിസൈൻസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ക്വാളിറ്റി പ്രോഡക്ട്സുകൾ മാത്രമാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അത് വളരെ നല്ല അഭിപ്രായമാണ് എനിക്കുള്ളതും അതുപോലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഉള്ളതും. കിച്ചണ് വളരെ നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്, അതും നമ്മൾ അറ്റിക്സിൻ്റെ അവരെ ഗൈഡൻസിലാണ് ചെയ്തിട്ടുള്ളത്. ഗ്രീനറേ എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളൊരു വീട് നമ്മൾ എന്തായാലും ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ലാൻഡ്സ്കേപ്പ് എന്നുള്ളത്. അത് വളരെ എനിക്കത് ഈ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് ശരിക്കും ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് കാരണം കൊണ്ട് തന്നെ ഈ വീടിൻ്റെ വ്യൂ തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ചായി. വളരെ ഒരു പിന്നെ ഒരു ലക്ഷറി ഒരു ഫീൽ എനിക്കതിൽ അത് വന്നോടുകൂടി എനിക്ക് കിട്ടി. നമ്മുടെ റിക്വയർമെൻ്റ് ആയിരുന്നു ഒരു പൂള് വേണം എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്വിമ്മിങ് പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പം അറ്റിക്സ് തന്നെ അവർ പറഞ്ഞത് നമ്മൾ താഴെ ചെയ്യുന്നതിന് പകരം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ അവരൊരു പൂള് ഡിസൈൻ ചെയ്ത് തന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലൊരു ചെറിയൊരു പൂളും നമ്മൾ സെറ്റ് ചെയ്തു. ഓവറോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു വീടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. ഞാൻ വളരെ റിയലി ഹാപ്പിയാണ്. എല്ലാം കൊണ്ടും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക്സ് ഫോർ എവ്രി വൺ who support me in this project and really appreciate all of your efforts. Thank you very much.